കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തമാശ ഏതായിരുന്നു ചോദിച്ചാല്, ആ തമാശ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ തമാശ ഇതാണ്. CPM-ന്റെ ക്യാപ്ഷനാണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, എന്താ ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ? ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ സാധ്യത എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു താരപരിവേഷമുണ്ടെന്ന് അവർ വിചാരിക്കുന്ന അവരുടെ ഒരു ക്യാമ്പയിനറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം എവിടെയാ? ഇന്ത്യയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ ഉള്ള നിർണായക തെരഞ്ഞെടുപ്പ്, നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ, ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിൽ, കർണാടകയുടെ പോലും ഒരു ഭാഗത്ത്, ആന്ധ്രയിൽ ഒരുപാട് ഘടകങ്ങളിൽ നടക്കുന്ന സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട മുഖ്യമന്ത്രി ഇന്ത്യയിൽ പോലുമില്ല. അപ്പോഴാണ് ഇടതുപക്ഷക്കാര് പറയുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിന് രാജ്യവിരുദ്ധമായ റോളുകൾ മാത്രം നിർവഹിച്ച ചരിത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് പറയുകയല്ല. പക്ഷെ ഒറ്റ കാര്യം, ഏറ്റവും അവസാനം ആണവ കരാറിന്റെ വിഷയത്തിൽ പോലും മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇവിടുത്തെ CPM-കാർ, ആ ആണവ കരാർ കഴിഞ്ഞ 10 കൊല്ലക്കാലം മോദിയുടെ ഗവൺമെന്റ് ഊർജരംഗത്ത് ഇന്ത്യയുടെ മണ്ണിൽ പിടിച്ചു നിൽക്കാനുണ്ടായിരുന്ന ഏക കാരണം ആ ആണവ കരാറായിരുന്നു. അതിനെ പോലും നിരാകരിച്ചവരാണ് ഇന്ത്യ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ പറയുന്ന ഈ തമാശയുടെ ഒടുക്കം വന്നിരിക്കുന്നത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ രസകരമായ യാത്രയാണ്. ആ യാത്രയെ AK ബാലന്റെ ഒരു ട്രോളുണ്ട്, അതാണ് അതിലെ ഏറ്റവും അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. AK ബാലൻ പറയുന്നത് ദൈവം 6 ദിവസം കൊണ്ട് ഈ ഭൂമി ഉണ്ടാക്കി, 6ാമത്തെ ദിവസം വിശ്രമിക്കാൻ പോയി എന്നാണ്. ഇതേ ബാലൻ CPM-നെ ട്രോളിയ ഒരു ട്രോള് വേറെയുണ്ട്. സഖാക്കളെ, നിങ്ങൾ നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണം, നിങ്ങൾ എലിപ്പെട്ടിക്ക് വോട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതുകൊണ്ട് അരിവാൾ ചുറ്റിക രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് CPM-നെ ട്രോൾ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഡയലോഗ് ഇതാണ്: ഈ ലോകമുണ്ടാക്കിയ ദൈവം 6ാമത്തെ ദിവസം വിശ്രമിക്കാൻ പോയി എന്നാണ്. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ പോയതിനെ ഞാൻ ഒരൊറ്റ കാര്യം CPM-ന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ. ഇന്ത്യയില് ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. നമ്മളെ ഇവിടെ പല മുഖ്യമന്ത്രിമാർ, കർണാടകയുടെ മുഖ്യമന്ത്രി, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും കേരളത്തിൽ നിരവധി പൊതുയോഗങ്ങളിൽ സിദ്ധരാമയ്യ സംസാരിച്ചു. DK ശിവകുമാർ എന്ന് പറയുന്ന കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാവ് വന്ന് ഈ ഭാഗങ്ങളിൽ, ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ആന്ധ്ര മുഖ്യമന്ത്രി വന്നു, നിരവധി ആളുകൾ വന്നു. എന്തെന്നാൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സ്റ്റേറ്റിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പരിഗണനയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റില്, എന്റെ സഖാക്കളെ, അയാൾക്ക് പോകാൻ വയ്യെങ്കിൽ ദയവ് ചെയ്ത് കൽക്കത്തയിൽ ഏതെങ്കിലും ലോഡ്ജ് കടന്നുറങ്ങിയിട്ട് കൽക്കത്ത പ്രചരണത്തിനാണെന്ന് പറയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ ഇവിടുത്തെ സഖാക്കളോട്? അതെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? അതിന് പകരം മലയാളിയെ മുഴുവൻ അപമാനിച്ചുകൊണ്ടാണ് ഇത്ര സുപ്രധാനമായ ഒരു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ ടൂർ യാത്ര സംഘടിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്? യഥാർത്ഥത്തിൽ യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കരുത്. ഇന്ത്യ രാജ്യത്ത് മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനുള്ള നട്ടെല്ല് പിണറായിക്കില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറുന്നത്. ധൈര്യമില്ല. കേരളത്തിൽ ഏതായാലും ഞാൻ നിൽക്കണം. കേരളത്തിന് പുറത്തു വന്ന് മോദിക്കെതിരെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ടൂറ് വിദേശത്തേക്കല്ല, സെൻട്രൽ ജയിലിലേക്കായിരിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വേളയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആ ഒറ്റ കാരണമാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളുടെ കേസ്, നിരവധി കേസുകൾ, ആ കേസുകളിൽ ഇന്നിപ്പോ നിങ്ങൾക്കറിയാം കെജ്രിവാള് ജാമ്യത്തിൽ ഇറങ്ങി. എന്നാൽ ഇന്നലെ ഉള്ള ഒരു കേസുണ്ട്. ഇന്നലെ എന്താണ് പത്രത്തിൽ വന്ന ഒരു വാർത്ത, ലാവ്ലിൻ കേസ് അതിന്റെ 40ാമത്തെ തവണയും മാറ്റിവെച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ലാവ്ലിൻ കേസ് 40ാമത്തെ തവണ മാറ്റിവെക്കുക, ഇന്ന് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങുക. ഇവിടുത്തെ BJP-യും CPM-ഉം തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം അറിയാൻ 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അതിലെ സുപ്രധാനമായ കാര്യമാണ് ലാവ്ലിൻ കേസ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ
ഇത്രയേറെ മാറ്റിയ കേസിൽ നിന്ന് എല്ലാവരും പറയുന്നു. എന്താണത് മാറ്റാൻ കാര്യം? രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാം, ഇദ്ദേഹം കൊണ്ടുവന്ന നിരവധി സാമ്പത്തിക ഇടപാടുകൾ. ഒന്ന് കെ-റെയിൽ, കെ-ഫോണ്, കെ-റൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെന്താ കെ-ബസ്, കെ-ക്യാമറ, എല്ലാ പദ്ധതികളും. കെ-റെയിൽ കൊയിലാണ്ടിക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ടി ഇസ്മായിൽ അടക്കമുള്ളവർ അവർ നടത്തിയ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾ, കൊയിലാണ്ടിയിലെ പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന സമരങ്ങൾ, ആ കെ-റെയിലുമായി ബന്ധപ്പെട്ട് വാങ്ങിയ കൺസൾട്ടൻസിയുടെ 1000 കോടി രൂപയിലധികമുള്ള വെട്ടിപ്പുകൾ നടന്നു എന്ന് ആ സമരസമിതി കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ബാക്കി പത്രം എന്താണ്? കെ-റെയിലിന്റെ 2 വർഷമല്ലേ പിണറായിയുടെ മുമ്പിൽ ബാക്കിയുള്ളത്? ആ വാങ്ങിയ പണം എവിടെ? ആ പദ്ധതി എവിടെ? അല്ലെങ്കിൽ അതിന്റെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വാങ്ങിയ കൺസൾട്ടൻസിയുടെ പണം എവിടെ? ജനങ്ങളുടെ ഹൃദയം മുറിച്ച് ഒരു റെയിൽ കൊണ്ടുപോകാമെന്ന വ്യാമോഹത്തിൽ നടത്തിയിട്ടുള്ള കൺസൾട്ടൻസി, അതിന്റെ പണം അത് അടിച്ചു മാറ്റി. നിങ്ങൾക്കറിയാം കെ-ഫോൺ, എത്രയോ വട്ടം നമ്മൾ പറഞ്ഞു. ഞാനൊക്കെ കെ-ഫോൺ പ്രഖ്യാപിച്ച സമയം മുതൽ പറയുന്നുണ്ട്, സാറ്റലൈറ്റ് ഫോണിന്റെ കാലമാണിത്. നിങ്ങൾക്കറിയാമല്ലോ, കേബിൾ വലിച്ച് വീട്ടിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നത് 2024-ലാണ്. നിങ്ങൾ ഓർക്കണം, ഏഷ്യാനെറ്റിന്റെ കേബിൾ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ടെലിവിഷൻ TV കാണാൻ ഏഷ്യാനെറ്റിന്റെ കേബിളുകൾ ചാനലിനും വേണ്ടി വലിക്കും. അവര് തന്നെ ഇന്റർനെറ്റ് കണക്ഷനും തരും. ഏത് കാലത്ത്? എന്നാൽ പുതിയ നെറ്റ് കണക്ഷൻ അങ്ങനെയല്ല, പുതിയ TV അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ വീട്ടിൽ TV വാങ്ങി വെച്ചാൽ മതി, അതിന് നെറ്റ് കണക്ഷൻ കിട്ടിയാൽ മതി. പിന്നെ എന്താണ്? ആമസോൺ അടക്കമുള്ള 100 കണക്കിന് ചാനലുകൾ നിങ്ങളുടെ കയ്യിൽ ലഭ്യമാണ്. സിനിമ കാണാൻ, സീരിയലുകൾ കാണാൻ, വാർത്തകൾ കേൾക്കാൻ. നമുക്ക് കേബിൾ വലിച്ചു വരുന്ന ഏഷ്യാനെറ്റുകാരൻ, കേബിൾ ടിവിക്കാരൻ ആവശ്യമില്ലാതായിരിക്കുന്ന കാലത്ത്, അവരെ വേണ്ടെന്ന് വെക്കുന്ന കാലത്ത്, നമ്മുടെ വീടുകളിലേക്ക് കെ-ഫോൺ എന്ന വഴി കൊണ്ടുവന്ന പദ്ധതിയുടെ റിസൾട്ട് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, കൊയിലാണ്ടിയിലെ ഗവൺമെന്റ് സ്കൂളില് കെ-ഫോൺ ഉണ്ടായിരുന്നല്ലോ, നെറ്റ് കണക്ഷൻ. എന്താ ഇപ്പൊ ഇല്ലാത്തത്? PTA കമ്മിറ്റിയോട് പറഞ്ഞു പൈസ അടക്കണം. ദുർബലമായ നെറ്റിന് വേണ്ടി പൈസ അടക്കാൻ ഒരു PTA കമ്മിറ്റിയും തയ്യാറല്ല, ഗവൺമെന്റ് ഓഫീസുകൾ തയ്യാറല്ല. കെ-ഫോൺ എവിടെയാണ്? നിങ്ങൾ പറയും. എന്നാൽ കെ-ഫോണിന് വേണ്ടി ചെലവഴിച്ച 1000 കോടി രൂപ വെട്ടിപ്പുകൾ നടത്തി, അതിൽ വലിയ അഴിമതി നടത്തി. കെ-റെയിൽ കഴിഞ്ഞു, കെ-ഫോൺ കഴിഞ്ഞു, കെ-അരി നിങ്ങൾക്കറിയാൻ വന്നു, ക്യാമറ, ഏതാണ് AI ക്യാമറ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ക്യാമറ. ഇതിന്റെയൊക്കെയും എല്ലാത്തിന്റെയും ഭീകരമായ അഴിമതികൾ നടന്നു കഴിഞ്ഞതിന് ശേഷം അന്വേഷണം ഉണ്ടായാൽ പ്രയാസമാണ് എന്ന തിരിച്ചറിവാണ് BJP-യെ CPM ഭയക്കുന്നത്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയും കൂട്ടാളികളും. നിങ്ങൾ ഓർത്തു നോക്കി, ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുന്ന സമയം ഇവിടെ മൈക്കുണ്ട്. ഇതൊരു മൈക്കിന്റെ ഈ പ്രവർത്തനം ഒരു ടെക്നോളജിയാണ്. എപ്പോഴെങ്കിലും അത് പിഴച്ചു പോകാം, വല്ല പ്രയാസം ഉണ്ടാവാം. ഉണ്ടായാൽ നേരെ കയറി മൈക്ക് ഓപ്പറേറ്ററെ മേത്ത് കയറുക. അതല്ലെങ്കിൽ പത്രപ്രവർത്തകന്മാർ മുമ്പിൽ വന്ന് അവരുടെ തൊഴിലുമായി വരുമ്പോ അവരുടെ മുഖത്ത് നോക്കി ചെറ്റത്തരമെന്ന് അവരെ വിളിച്ചു പറയുക. നികേഷ് കുമാറിനെ പോലെ കേൾക്കേണ്ട ഒരുത്തൻ തന്നെ കേട്ടത് കൊണ്ട് കുഴപ്പമില്ല, മുഖത്ത് നോക്കി ചെറ്റെന്ന് വിളിക്കാം, ഇറങ്ങി പോകാൻ പറയാ. ഇത് കേട്ട് മുഖ്യമന്ത്രിയുടെ ഈ അഹങ്കാരം കേട്ട് നിങ്ങൾ ഓർത്തു നോക്ക്. തൊട്ടടുത്ത ബാലുശ്ശേരി മണ്ഡലത്തിലെ MLA, തിരുവനന്തപുരത്തെ മേയർ, അവർ ഔദ്യോഗിക വാഹനത്തിനൊന്നുമല്ല, സ്വകാര്യ വാഹനത്തിൽ ഒരു KSRTC-യുമായി ഉണ്ടായ ഒരു ബഹളം. എത്ര വൃത്തികേടുകളാണ്! KSRTC-യിലെ ക്യാമറ എന്തുകൊണ്ടാണ് ഈ CPM-കാർ നശിപ്പിച്ചു കളഞ്ഞത്, പോലീസ് നശിപ്പിച്ചത്? അത്രമേൽ മാരകമായിട്ടാണ് ഈ പെണ്ണും അവരുടെ പുതിയാപ്പിള എന്ന് പറയുന്ന ബാലുശ്ശേരിയിലെ MLA-യും ആ KSRTC ഡ്രൈവർക്ക് നേരെ ആക്രോശിച്ചത്. എത്ര മോശമായിട്ട്, എത്ര മോശം! എല്ലാവർക്കും അഹങ്കാരമാണ്, എല്ലാവരും വ്യാപകമായ അഴിമതിയാണ്. ഇതുപോലെ കേരളത്തിൽ CPM പോലും ഇത്രമേൽ അഴിമതി നിറഞ്ഞ ഒരു കാലം ഉണ്ടായിട്ടില്ല. തടുക്കേണ്ടവരാരാണ്? പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അത് ഗോവിന്ദനാണ്. ഗോവിന്ദൻ സെക്രട്ടറി ആവുന്നത് മുഖ്യമന്ത്രി പിണറായിയുടെ അനുഗ്രഹം കൊണ്ടാണ്. തടുക്കേണ്ടത് പിണറായിയാണ്. പിണറായി ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തൊട്ടടുത്ത മണ്ഡലത്തിൽ തിരുവമ്പാടി, അവിടുത്തെ മുൻ MLA ജോർജ് M. തോമസ്, ഒരു പോക്സോ കേസിനകത്താണ് ലക്ഷങ്ങൾ അടിച്ചുമാറ്റി എന്ന പരാതി അയാൾക്കെതിരെ വന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ സകല കോറികളിലും അയാൾ പാർട്ട്ണറാണ്. കോടികൾ അടിച്ചു മാറ്റുകയാണ്. എല്ലാവരും വ്യാപകമായി ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഇങ്ങനെ അഴിമതി മുച്ചൂടും നിറഞ്ഞ ഒരു കാലമുണ്ടായിട്ടില്ല. അതിനെ തടുക്കാൻ പോലും കഴിയാത്ത വണ്ണം. മറുഭാഗത്തോ നിങ്ങൾ ഓർത്ത് നോക്കുമ്പോ കൊയിലാണ്ടിയില് പാർട്ടി പ്രവർത്തനം നടത്തുന്ന യൂത്ത് ലീഗുകാരുണ്ടാവും,
യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാവും, ഡിവൈഎഫ്ഐക്കാരുണ്ടാവും. എനിക്കറിയാം, ഞാനൊരു പഞ്ചായത്തിലെ മെമ്പറും പ്രസിഡന്റും ഒക്കെ ആയി നിന്ന ഒരാളാണ്. നമ്മളെ നാട്ടിലെ യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ 24 മണിക്കൂറും പാർട്ടി വർക്കായിരിക്കും. അതിനിടയിൽ അവർ ചെയ്യുന്ന ഒരു പണിയുണ്ട്. എന്താണ്? ആ പഞ്ചായത്തിലെ മെമ്പറെ സ്വാധീനിച്ച് മെമ്പർ എടുത്തൊരു വർക്ക് വാങ്ങും. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പൈസ ഒക്കെ തിരിച്ച് ഒരു വർക്ക് നടത്തും. ഒരു ഇടവഴി, കല്ലിടൽ, അതല്ലെങ്കിൽ ഒരു കലുങ്ക്, അതല്ലെങ്കിൽ ഒരു ചെറിയ റോഡ്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനമാണ് 24 മണിക്കൂറും പാർട്ടി പ്രവർത്തനം നടത്തുന്ന പലരുടെയും ജീവിതമാർഗം എന്ന് പറയുന്നത്. അതായിരുന്നു അവരുടെ മാർഗം. അതല്ലെങ്കിൽ പിന്നെ അതിന്റെ മുകളിലേക്ക് പോയാൽ കുറച്ച് നല്ല കോൺട്രാക്ടർമാരുണ്ടാവും. അത് കഴിഞ്ഞാൽ എ ക്ലാസ് കോൺട്രാക്ടർമാരുണ്ടാവും. അവർ ഈ നാട്ടിൽ കൊയിലാണ്ടിയിൽ പണിയെടുക്കുമ്പോ ചെങ്കോട്ടുകാവിലെ കോൺട്രാക്ടർ അതിന്റെ സാധനം വാങ്ങുന്നത് മാർക്കറ്റിൽ നിന്നാണ്. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് അവന്റെ പണത്തിന്റെ ഒരു വിനിമയം ഉണ്ടാവും. അത് ചെങ്കോട്ടുകാവിന് ഊർജ്ജസ്വലമാവും, അത് കൊയിലാണ്ടിക്ക് ഊർജ്ജസ്വലമാകും. എന്നാൽ നിങ്ങൾ ആലോചിച്ചോ, കഴിഞ്ഞ 10 കൊല്ലമായി പഞ്ചായത്തിന്റെ റോഡ് പോലും പണിയെടുക്കുന്നത് ഊരാലുങ്കലാണ്. ആ പഴയ കോൺട്രാക്ടർമാരെവിടെ? ചെറിയ പണിക്കാരെവിടെ? എല്ലാവരുടെ പണിയും നഷ്ടപ്പെട്ടു. ഡിവൈഎഫ്ഐക്കാരന്റെ, യൂത്ത് കോൺഗ്രസ്സുകാരന്റെ, യൂത്ത് ലീഗുകാരന്റെ ഇടപെടികൾ പോലും ചെയ്യുന്നത് ഊരാലുങ്കലാണ്. താമരശ്ശേരി ഭാഗത്ത് പോയാൽ ഊരാലുങ്കലിന് അവിടെ ഒരു ക്രഷറും സൗകര്യമുണ്ട്. മലപ്പുറത്ത് പോയാൽ വേറെയുണ്ട്. അവിടെ നിന്ന് ലോറിയിൽ നിന്ന് വന്ന് ഒരു ദിവസം കൊണ്ട് പണിയെടുത്തു തീരും. പഞ്ചായത്ത് മെമ്പർക്ക് ഇഷ്ടമാണ്, പഞ്ചായത്ത് പ്രസിഡന്റിന് ഇഷ്ടമാണ്, മുനിസിപ്പൽ ചെയർമാൻ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറിയ ഒരു വിഭാഗം ആളുകളുടെ ജീവിതമാർഗത്തെ മുട്ടിച്ചിട്ട് ഈ ഊരാലുങ്കൽ മാത്രം തടിച്ചു കൊടുക്കുന്നതിന്റെ സയൻസ് എന്താണ്? എന്തേ മറുപടി പറയാത്തത്? ഇവിടുത്തെ CPM-കാരൻ എന്തേ ആലോചിക്കാത്തത്? പിണറായി വിജയന് വേണ്ടി മുദ്രാവാക്യം പിടിച്ച് തൊണ്ട പൊട്ടിക്കുന്ന സഖാവെ, എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഊരാലുങ്കലിൽ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അതിന്റെ എന്ത് വിഹിതമാണ് നിനക്ക് കിട്ടുന്നത്, നിന്റെ പാർട്ടിക്ക് കിട്ടുന്നത്? ഞാൻ പല വേദിയിൽ പറഞ്ഞു, നിയമസഭയുടെ അകത്ത് പോലും, ഊരാലുങ്കലിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് നിങ്ങൾ പുറത്തുവിടുമോ? എന്തേ പുറത്തുവിടാത്തത്? CPM-കാരൻ പാർട്ടി കമ്മിറ്റിയിൽ ചോദിക്ക്, അതെന്തേ പുറത്തുവിടാത്തത്? എന്തുകൊണ്ട് പുറത്തുവിടാൻ പറ്റുന്നില്ല? അതിൽ പണമിറക്കിയത് അത്ര വലിയ കുത്തകകളാണ്. ഈ ഗവൺമെന്റിന്റെ, പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റികളുടെ പണം മുഴുവൻ പിടുങ്ങുന്നത് 1-2 കമ്പനികൾ മാത്രമാണ്. മലപ്പുറത്ത് കോടികൾ മുടക്കിയിട്ടുള്ള കോൺട്രാക്ടർമാർ, കോഴിക്കോട് ജില്ലയിലെ നിരവധി കോൺട്രാക്ടർമാർ, അവരുടെ ബില്ല് പാസ്സാവണില്ല, അവർക്ക് വർക്ക് കിട്ടുന്നില്ല. അവരെ മുഴുവൻ തകർത്ത് ഒരു ഭാഗത്ത് ഊരാലുങ്കലിന്റെ, മറുഭാഗത്തോ കേരളത്തിന്റെ ജീവനാഡിയായിരുന്ന സഹകരണ സ്ഥാപനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ സാമ്പത്തിക കൊള്ളയുടെ ഇടമാക്കി മാറ്റി. എല്ലായിടത്തും സഹകരണ ബാങ്കുകൾ എങ്ങനെയാ വന്നത്? ആ സഹകരണ ബാങ്കുകൾ ഒരു കരുവന്നൂർ മാത്രമല്ല, നിരവധി സഹകരണ ബാങ്കുകൾ വമ്പിച്ച നഷ്ടത്തിലാണ്. നഷ്ടം പുറത്തുവിടുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കിയ കേരള ബാങ്ക് അതിഭീകരമായ നഷ്ടത്തിലാണ്. ഈ പണം എവിടെയാ നഷ്ടമായത്? കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പുകൾ ബാങ്കിൽ നിന്ന്, കോൺട്രാക്ടർ സംവിധാനത്തിൽ നിന്ന്. അദാനിയെ എങ്ങനെയാണോ നരേന്ദ്രമോദി സംരക്ഷിക്കുന്നത്, അതിന് തുല്യമായ വിധത്തിൽ കേരളത്തിലെ ഊരാലുങ്കലടക്കമുള്ള കോർപ്പറേറ്റുകളിലെ വെട്ടിപ്പുകളടക്കമുള്ള ആളുകളെ സംരക്ഷിക്കുന്ന പരിപാടിയാണ് CPM-കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ അടുത്തൊരു വാർത്ത വന്നു. നിങ്ങൾക്കറിയാം, ജാവേദ്കറെ EP ജയരാജനും തമ്മിൽ കണ്ടുമുട്ടുന്നു. സ്വാഭാവികമായി ആ വാർത്ത ആളുകൾ കേട്ടുവിടുകയാണ്. ഞാൻ ചോദിക്കുന്നത്, അതിനിടയിൽ ചർച്ച ചെയ്യാതെ പോയ ചില രാഷ്ട്രീയമുണ്ടല്ലോ. എന്താ അത്? എവിടുന്നാണ് ജാവേദ്കർ EP ജയരാജനെ കാണുന്നത്? EP ജയരാജന്റെ തിരുവനന്തപുരത്തുള്ള മകന്റെ ഫ്ലാറ്റിൽ മകന്റെ ബർത്ത്ഡേക്ക്, സഖാക്കൾ മനസ്സിലായോ? EP ജയരാജന്റെ മകന്റെ ഫ്ലാറ്റ് തിരുവനന്തപുരത്ത്, ആ ഫ്ലാറ്റിൽ മകന്റെ ബർത്ത്ഡേ. ഇതൊക്കെ ഏതാ പാർട്ടി? സഖാബ് നീ ചോദിച്ചോ, എന്തിനാണ് EP ജയരാജന്റെ മകന് തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ്? EP ജയരാജന് തിരുവനന്തപുരത്തെ AKG സെൻട്രൽ ഫ്ലാറ്റ് ഉണ്ടല്ലോ. മകന് തിരുവനന്തപുരത്ത് എന്തിനാ ഫ്ലാറ്റ്? മകൻ എന്താ പണി? ഒന്ന് പറഞ്ഞേ. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത അവന്റെ എന്ത് ഏർപ്പാടാ ഉള്ളത്? EP ജയരാജന്റെ മകൻ ഇങ്ങനെ ഈ സൗകര്യത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? അവന്റെ ഈ റിസോർട്ടുകൾ എവിടുന്നാണ്? ഇനി ജാവേദ്കറെ കണ്ടു എന്ന് നിങ്ങൾ പറയുന്നതിന് പിണറായി പറയുന്ന ഒരു വാർത്ത ഉണ്ട്. സൂക്ഷ്മത പാലിക്കാൻ EP ജയരാജന് അറിയില്ല എന്നാണ്, എന്നെ കണ്ടു പഠിക്കുന്നതാണ്. പിണറായി പറയാണ്, ഞാൻ പലതവണ ജാവേദ്കറെ കണ്ടിട്ടുണ്ടല്ലോ, അറിയാതെ പറയാൻ. അത് ഇതുപോലെ വാർത്തയായില്ല. EP ജയരാജൻ സ്വന്തം ഫ്ലാറ്റിലേക്ക് ജാവേദ്കർ എന്ന് പറയുന്ന BJP-യുടെ സമുന്നത നേതാവിനെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് നടത്തിയ ചർച്ച മാത്രമല്ല,
അതിനപ്പുറമുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഈ നാട്ടിലെ സുഹൃത്തുക്കളോട് സമയപരിധി കൊണ്ട് ചുരുക്കി ഒരു കാര്യം പറയാം. നിങ്ങൾ ആസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ശർമ്മ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയോ? കേരളം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ BJP ഭരിക്കും. നിങ്ങൾക്കൊരു അഹങ്കാരമുണ്ട്. അത് സാധ്യമല്ല എന്നാ നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ. ആസാം എന്ന് പറയുന്നത് 40% ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രം 40% മുകളിലുള്ള സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് എങ്ങനെയാ BJP ഭരിക്കുന്നത്? 15% വോട്ട് മാത്രം കിട്ടിയ BJP എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കുന്നത്? 85% ആൾ BJP അല്ല, 15% BJP. എങ്ങനെയാ ഭരിക്കുന്നത്? ഈ കണക്കുകൾ പരിശോധിച്ചാൽ നിങ്ങൾ എന്തർത്ഥത്തിലാണ് കേരളത്തിനകത്ത് അങ്ങനെ BJP ഭരിക്കും എന്ന് പറയുന്ന വാദത്തെ പുച്ഛിച്ചു തള്ളാനാവുക? അത്രമേൽ അപകടകരമായ പോളറൈസേഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ നേതൃത്വത്തിലാണ് പിണറായി വിജയൻ അടക്കമുള്ളവർ തലവെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് CPM-കാരന്റെ മുഴുവൻ അഭിപ്രായമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറയില്ല. പക്ഷെ പിണറായി വിജയൻ, EP ജയരാജൻ അടക്കമുള്ള പിണറായി ഗ്രൂപ്പ് അതിൽ തലവെച്ച് കൊടുത്തിട്ടുണ്ട്. സംഗതി ഒരൊറ്റ കാര്യമാണ്. അതിരൂക്ഷമാം വിധത്തിൽ കേരളത്തിൽ വർഗീയത പടരുകയാണ്. അറിഞ്ഞോ അറിയാതെയോ CPM-കാർ അതിന്റെ തലപ്പത്ത് നിൽക്കുകയാണ്. ഈ വടകര പാർലമെന്റ് മണ്ഡലം സാക്ഷിയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർണാടകയിൽ BJP ഭരിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ BJP അട്ടിമറിക്കാൻ ഒരു തരംഗം മതി. കർണാടക BJP ഭരിക്കായിരുന്നില്ലേ? 82% ഹിന്ദുക്കളുണ്ട് കർണാടകയില്. എന്നിട്ടും BJP ഭരിച്ചിട്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തരംഗം വന്നപ്പോ സിദ്ധരാമയ്യയും DKയും നേർക്കുനേരെ നിന്നപ്പോ കുത്തിയൊലിച്ചു പോയി കർണാടകയിൽ BJP. എന്നാൽ കേരളത്തിൽ പടരുന്ന വർഗീയത അങ്ങനെ ഒലിച്ചു പോകാവുന്ന തരംഗമല്ല. CPM-ന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിസ്സാരമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കണക്കാക്കിയാൽ എല്ലാവരും പോയി പെടുന്നത് വർഗീയതയുടെ അപകടത്തിലേക്കാണ്. ഇത് ശരിയായ പ്രവണതയല്ല. നിങ്ങൾക്ക് 4 വോട്ടുകൾക്ക് വേണ്ടി, 4 സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ വടകരയിൽ ഉണ്ടാക്കിയ ഒരൊറ്റ കാര്യം CPM-നോട് 1000 വട്ടം നിങ്ങൾക്ക് ഉറപ്പില്ലേ? ആ നോട്ടീസ് ലീഗ് ഉണ്ടാക്കിയതല്ല, ഷാഫി ഉണ്ടാക്കിയതല്ല, കോൺഗ്രസ് ഉണ്ടാക്കിയതല്ല, UDF ഉണ്ടാക്കിയതല്ല എന്ന് 1000 വട്ടം ഉറപ്പില്ലേ? ഞാൻ നിങ്ങളുടെ ഈ വൃത്തികെട്ട കളിയുടെ ഒരു ഇരയാണ്. അഴീക്കോട് മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ച് ജയിച്ചപ്പോ, അതും നികേഷ് കുമാറിനെ പോലെ ഒരുത്തന്റെ മുമ്പിൽ ജയിച്ചപ്പോ അവരതിന്റെ പ്രതികാരം തീർത്തത് ഞാൻ ഇറക്കിയെന്ന് പറയുന്ന നോട്ടീസ് വെച്ചാണ്. ഞാൻ ഇപ്പോഴും സുപ്രീം കോടതിയിൽ അതിന്റെ പിറകിൽ നടക്കുകയാണ്. പക്ഷെ അതിന് ഇമ്പാക്ട് ഉണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ അഴീക്കോടിൽ 20% മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ നോട്ടീസിന്റെ സാങ്കത്യം അവിടുത്തെ മനുഷ്യർക്കറിയാം, അവർക്കതറിയാം. എന്നാൽ വടകര അങ്ങനെയല്ല. 40%-ലധികം മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് CPM-കാരാ നിങ്ങൾ പെട്രോൾ ഒഴിക്കാൻ ശ്രമിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർ വിശ്വസിച്ചു തുടങ്ങിയാൽ ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് ഈ കാസർഗോഡ് ചെയ്ത പണി നിങ്ങൾക്കറിയില്ലേ? ഉണ്ണിത്താൻ അവിടെ മത്സരിക്കുകയാണ്. അവിടുത്തെ മുസ്ലിങ്ങൾ ഉണ്ണിത്താനെ വിളിക്കല് ഉണ്ണിച്ചാന്നാണ്. ഉണ്ണിച്ച ഇവിടെ സ്ത്രീകൾക്കറിയാം. അവിടെ കർണാടക കാസർഗോഡ് നമ്മൾ ഇക്ക എന്ന് വിളിക്കുന്നതിന് അവർ ഇച്ച എന്നാ വിളിക്കുക. നമ്മൾ റഹീം ഖാ എന്ന് പറഞ്ഞാൽ ഒരു റഹീം ചാ എന്ന് പറയും. റഹ്മാൻ ഖാ എന്ന് പറയേണ്ടത് നമ്മൾ പറയുമ്പോൾ അവർ റഹ്മാൻ ചാ എന്ന് പറയും. ആ അർത്ഥത്തിൽ അവർ ഉണ്ണിത്താൻ ഖാ എന്ന് പറയുന്നതിന് പകരം ഉണ്ണിച്ച എന്നാണ് അവർ ഉണ്ണിത്താനെ വിളിക്കുന്നത്. ഉണ്ണിത്താനെ നിങ്ങൾക്കറിയാലോ, കരുണാകരന്റെ നേർ അനുയായിയാണ്. അദ്ദേഹം നല്ല ഹിന്ദുമത വിശ്വാസിയാണ്. അദ്ദേഹം തൊടുന്ന പൊട്ട് ഒരു കറുത്ത പൊട്ടാണ്. ഒരിക്കൽ TV-യിൽ ഞാൻ കേട്ടു, ആ പൊട്ടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസപരമായ ഒരു വിശദീകരണമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ കറുത്ത പൊട്ട് തൊടുന്നത്? ആ ഉണ്ണിത്താനെ അപമാനിക്കാൻ CPM കാസർഗോഡ് ചെയ്തത് എന്താണെന്നറിയോ? തളങ്കരയിലേക്ക് പോകുന്ന ഉണ്ണിത്താൻ അവന്റെ പൊട്ടുമായിക്കുന്നു. തളങ്കര 100% മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലമാണ്. അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടണമെങ്കിൽ ഉണ്ണിത്താൻ പൊട്ടുമായിച്ചു ചെല്ലണം. ഇവരപമാനിക്കാൻ ശ്രമിക്കുന്നത് ഉണ്ണിത്താനെയാണോ? അല്ല, അവരപമാനിക്കാൻ ശ്രമിക്കുന്നത് പൊട്ടുമായ്ച്ചാൽ മാത്രമേ ഞങ്ങൾ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്ന മുസ്ലിങ്ങളെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങളെയാണ്. ഇതെന്തൊരു തോന്നിവാസമാണെന്ന് ഈ പിണറായി വിജയൻ 4 വോട്ടുകൾക്ക് വേണ്ടി തന്റെ അനുയായികളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ചിന്തിക്കണം. കേരളത്തിൽ മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്.
ഞങ്ങൾ കേരളത്തിൽ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആൾബലത്തിന്റെ കുറവ് കൊണ്ടല്ല. എല്ലാവർക്കും അറിയാലോ, മുസ്ലിം ലീഗിന്റെ അവകാശവാദത്തെ അഭിമുഖീകരിച്ച് കോൺഗ്രസിന്റെ സകല നേതാക്കളും പറഞ്ഞത്, ഞങ്ങൾക്കറിയാം ലീഗിന് കൊടുക്കേണ്ട സീറ്റ് 2 അല്ല, അതിന് മുകളിൽ അവർക്ക് അർഹതയുണ്ട്. ആർക്കാ സംശയമില്ലാത്തത്? CPM-കാരാ നീ 1000 വട്ടം ലീഗിനെ വാ വാ എന്ന് ചൊല്ലി വിളിക്കുന്നത്? എത്ര അധികം പാർലമെന്റ് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണ്, അറിയാലോ. പക്ഷെ ഞങ്ങൾ സഫർ ചെയ്യുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ലീഗ് കൊടി പിടിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ രാജ്യം ഉണ്ടാകണമെന്ന ചിന്തയാണ്. എന്തു വിട്ടുവീഴ്ച ചെയ്തും ഫാഷിസ്റ്റുകൾക്കെതിരെയുള്ള സമരത്തിൽ കോൺഗ്രസിന് ആധിപത്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പണിയെടുക്കുന്നവരാ ഞങ്ങൾ. അറിയാലോ നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് വിട്ടുവീഴ്ച. കേരളത്തിലെ 18 നിയോജക മണ്ഡലങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 17 പേർ ഇവിടെ ജയിച്ചു വന്നു. മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും മൊത്തം 19 പേർ. ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും മത്സരിച്ചു പറഞ്ഞത് ജയിപ്പിച്ചത് ലീഗാണ്. എന്നെ ജയിപ്പിച്ചത് ലീഗ്. KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ മുതൽ അങ്ങ് തിരുവനന്തപുരത്ത് ശശി തരൂർ വരെ ലീഗുകാർ ജയിപ്പിച്ചു എന്ന് പറഞ്ഞു. അവരെ ലീഗ് എന്ത് നോക്കിയാ വോട്ട് ചെയ്തത്? ലീഗിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതല്ലേ? അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ മതം നോക്കി വോട്ട് ചെയ്യുന്നവരാക്കി ഒരു സമുദായത്തെ മാറ്റുന്നത് വഴി ആർക്കാണ് ലാഭം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെയല്ല, അപകടം പിടിച്ച ഒരു കളിയാണ്. അപകടം പിടിച്ച കളിയാണ്. എന്റെ CPM-കാരാ, കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ ആരുടാന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ നട്ടലുള്ള BJP-കാരൻ കണ്ണൂർ ജില്ലയിൽ വളർന്നു വന്നത് നിന്റെ ഈ നെറികെട്ട സ്വഭാവം കൊണ്ടാണ്. നീ മനസ്സിലാക്കിക്കോ. എന്താ കാര്യം എന്നറിയോ? എന്തിനായി വളഞ്ഞും തിരിഞ്ഞൊക്കെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ CPM നിൽക്കുന്നത്? നേർക്കുനേരെ ആക്രമിക്കാൻ ഇവിടെ RSS ഉള്ളപ്പോ, BJP ഉള്ളപ്പോ. അതുകൊണ്ട് നിന്റെ മൃദുത്വ ഹിന്ദുത്വത്തെക്കാൾ അവർക്കിഷ്ടം BJP-യുടെ തീവ്ര ഹിന്ദുത്വമാണ്. അതുകൊണ്ട് അവർ നേരെ BJP-യിൽ പോവുകയാണ്. ഇതിന്റെ ഫലം എന്താണ്? അപകടകരമായ മത ധ്രുവീകരണം കേരളത്തിൽ നടക്കുകയാണ്. CPM-കാരാ, ഇതെന്തിനു വേണ്ടിയാണ്? അതല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം. നിങ്ങൾ എഴുതിയ നോട്ടീസ് ഒരുപക്ഷെ അവിടെ മിസ്സേബും റഷീദൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്ത് നോട്ടീസാണ്? എന്റെ നോട്ടീസ് ഇങ്ങനെയാണ്: സിറാത്തിന്റെ പാലം കടക്കണ്ടേ? എന്റെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം സിറാത്തിന്റെ പാലെന്ന് പറയോ? ഊരാലെങ്കലിന്റെ പാലെന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ സിറാത്തിന്റെ പാലെന്ന് പറയും. സിറാത്ത് ഒരു പാലുണ്ടാക്കുന്ന കമ്പനിയാണെന്നാണ് ഇവന്റെ വിചാരം. ഈ എഴുതിയോണ്ടേ ഇവിടെ മുസ്ലിങ്ങൾ സിറാത്ത് പാലെന്നേ പറയൂ. എഴുതുന്ന സമയത്തെങ്കിലും വിവരമുള്ള ഏതെങ്കിലും മാപ്പിള സഖാവിനെ വിളിച്ച് ചോദിക്കുക. വിവരമുള്ള CPM ആവൂലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ വിളിച്ച് ചോദിക്കുക. ഇനി ഇവിടെ എഴുതിയെന്നാൻ കാഫർ. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം കാഫർ എന്ന് പറയോ? ഇസ്ലാമിൽ ആ പ്രയോഗം തന്നെ അപൂർവമായി നടത്തുന്ന കാഫിർ എന്നാ പറയാ. എന്നാ അതെങ്കിലും ചോദിക്കുക. ആരോടെങ്കിലും മനസ്സിലാവുന്ന ആരോടെങ്കിലും പോയി ചോദിക്കുക. കള്ള നോട്ടീസുകൾ ഇറക്കുക. എന്തിനു വേണ്ടി? റിസൾട്ട് എണ്ണുമ്പോ 2-ൽ ഒരാൾ. അങ്ങനല്ലേ നമ്മൾ ആഗ്രഹിക്കണത്? BJP ജയിക്കണം എന്നല്ലല്ലോ. ഏതെങ്കിലും ഒരാൾ ജയിക്കും. അവകാശവാദങ്ങളും തർക്കങ്ങളും ഒക്കെ വേറെ നടക്കും. പക്ഷെ മനുഷ്യന്റെ മനസ്സ് മുറിച്ചിട്ട് അവരെ തമ്മിൽ തല്ലിച്ചിട്ട് എന്ത് കാര്യമാണെന്ന് BJP CPM-ന്റെ സുഹൃത്തുക്കൾ ആലോചിക്കണം. ഞാൻ ഈ വടകര മണ്ഡലത്തിലെ സഹോദരിമാരോട് പറയാണ്, അപകടപ്പെട്ട ഒരു കളിയാണ് CPM കളിക്കുന്നത്. നിങ്ങൾ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, കേവലം വോട്ടിന് വേണ്ടിയല്ല, മറിച്ച് അതിനപ്പുറമുള്ള ധ്രുവീകരണത്തിന്റെ അച്ചാരം വാങ്ങിയിരിക്കുന്നു CPM. അല്ലായിരുന്നുവെങ്കിൽ ഇത്ര നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിന്റെ മുഖ്യൻ മോളെയും പേരക്കുട്ടിനെയും മരുമോനെയൊക്കെ കൂട്ടിയിട്ട് ഈ വിനോദയാത്രക്ക് പോകുമായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒത്തുകളിയാണ്, പരിഹസിക്കലാണ്. ഉളുപ്പുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ എന്ന് സ്വന്തം നേതാവ് നിങ്ങളോട് ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനിയും ആ പാർട്ടിക്ക് വേണ്ടി ഇന്ത്യയുണ്ടെങ്കിലേ, ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നൊക്കെ പറയണം. എന്റെ ബഡായി ഉണ്ടല്ലോ, ആ ബഡായിയെ മുഴുവൻ പരിഹസിച്ചാണ് പിണറായി വിജയൻ ഈ പോകുന്നത്. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കിക്കോ, നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പരിഹസിച്ച ആളാണ് രാഹുൽ ഗാന്ധി. നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിച്ച BJP-കാരൻ, പരിഹസിച്ച മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. കണ്ണ് തുറന്ന് നിങ്ങൾ ഇന്ത്യയിലെ പുതിയ തെരഞ്ഞെടുപ്പ് ഒന്ന് നോക്ക്. രാഹുലിന് പരിഹാസമില്ല. എന്നാൽ ട്രെൻഡ് തിരിഞ്ഞിരിക്കുകയാണ്. പരിഹസിക്കുന്നത് മോഡിയെയാണ്. പൊട്ടൻ എന്ന് വിളിക്കുകയാണ്. എത്ര യൂട്യൂബ് ചാനലുകൾ, എത്ര ദ്രുതപതിയെ പോലെയുള്ള എത്ര ആളുകൾ
ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മോദിയെ പരിഹസിക്കുകയാണ്. എന്നാൽ രാഹുലിന്റെ പ്രസംഗം ഇന്ത്യയിലെ സകല ചാനലുകളും കൊടുക്കുന്നു. രാഹുലിന്റെ വർത്തമാനം ഇന്ത്യയിലെ സകല മീഡിയകളും കൊടുക്കുന്നു. കോൺഗ്രസ് സെറ്റ് ചെയ്യുന്ന അജണ്ടകളിലേക്ക് BJP വന്നു വീടുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം അതാണ്. അത് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നില്ലേ ബീഹാറിൽ അട്ടിമറി ഉണ്ടാവും, മഹാരാഷ്ട്രയിൽ അട്ടിമറി ഉണ്ടാവും, രാജസ്ഥാനിൽ അട്ടിമറി ഉണ്ടാകും. എന്നാൽ മനസ്സിൽ എഴുതി വെച്ചോളൂ, ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഗൗരവപ്പെട്ട മാറ്റത്തിലേക്ക് വരുന്നു എന്നാണ് ഇന്ത്യയിലെ മുഴുവൻ റിപ്പോർട്ടുകളും പറയുന്നത്. ഉത്തർപ്രദേശിൽ പതറിയാൽ BJP താഴ്ന്നു പോകുമെന്നതിന് ഒരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, ദയവ് ചെയ്ത് ഈ രാജ്യം ഇന്ത്യ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പിണറായി വിജയൻ പോയത് നന്നായി. അല്ലെങ്കിൽ ഇവന്റെ ബടായി കൊണ്ട് നിൽക്കാൻ പറ്റൂല. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പറയും ഞങ്ങളെ മുഖ്യമന്ത്രി പോയി നടത്തി പ്രസംഗിച്ചിട്ട് അത് പറയുമായിരുന്നു. ഏതായാലും ആ ശല്യം കൂടി നമുക്ക് ഇല്ലാതായി എന്നുള്ളത് പടച്ചോന് അൽഹംദുലില്ലാ എന്ന് പറയാന്നല്ലാതെ വേറൊരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് പറയായിരുന്നു. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാരാ, നീ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ളതല്ല, നീ ഇല്ലെങ്കിലും നീ ഉണ്ടെങ്കിലും ഈ ഇന്ത്യ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകും. ഇന്ത്യയുണ്ടാകും, ഈ വടകരയുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ പിഴവുകൾ തിരുത്തേണ്ടത് ജനാധിപത്യപരമായാണ്. നിങ്ങൾ BJPയെ തെരഞ്ഞെടുത്തുകൊണ്ടല്ല പിണറായിയോടുള്ള ദേഷ്യം തീർക്കേണ്ടത്, EP-യോടുള്ള ദേഷ്യം തീർക്കേണ്ടത്, CPM-നോടുള്ള ദേഷ്യം തീർക്കേണ്ടത്. നിങ്ങൾക്ക് പോകാവുന്ന നിരവധി മതേതര പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ആ വഴികൾ, ഇന്നലെയും ആലപ്പുഴയിൽ നിന്ന് വന്ന വാർത്ത 100 പേർ BJPയിലേക്ക് ചേർന്നു എന്നാണ്. CPM-നോട് മടുപ്പ് വന്നിരിക്കുന്നവരോട് ഞാൻ സ്നേഹപൂർവ്വം പറയാൻ, തെരഞ്ഞെടുക്കാവുന്ന വഴി ഉറപ്പിച്ചു വിശ്വസിക്കൂ. അത് BJP അല്ല, CPM അല്ലാതെ നിങ്ങൾ കൈവിടുമ്പോൾ CPM-ന്റെ വികലമായ രാഷ്ട്രീയ സമീപനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് BJPയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യലാണെങ്കിൽ അതല്ല യഥാർത്ഥ വഴിയെന്ന്, ഈ രാജ്യത്തിന്റെ വഴിയെന്ന്, ഈ നാടിനെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള വഴിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട അലിക്ക അടക്കമുള്ളവരുടെ ക്ഷണമനുസരിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയന്ത്.